പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ, വചനദീപ്തിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ബൈബിളിൽ പ്രഭാഷകന്റെ പുസ്തകം 17-ാം അധ്യായം 29-ാമത്തെ വാക്യം. ബൈബിൾ ഇങ്ങനെ പറയുകയാണ്: കർത്താവ് തൻ്റെ അടുക്കലേക്ക് തിരിയുന്നവരോട് പ്രദർശിപ്പിക്കുന്ന കാരുണ്യം, അല്ലെങ്കിൽ ആ കാരുണ്യവും ക്ഷമയുമൊക്കെ വലുതാണ് എന്ന് വ്യക്തമാക്കുകയാണ്. ഇന്ന് നമ്മളുടെ വ്യക്തി ജീവിതം എടുത്താൽ ഒരു പരാതിപ്പെട്ടി തുറക്കുന്ന പ്രാർത്ഥനയുടെ അനുഭവമാണ് നമ്മുടെ ജീവിതത്തിൽ കടന്നു പോവുക. നിരവധിയായ ആവശ്യങ്ങൾ അനുവദിച്ചു തരുവാനുള്ള ഒരു പ്രാർത്ഥനയാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എടുത്തു വെക്കുക. എന്നാൽ എൻ്റെ പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ, ബൈബിളിൽ യേശു ക്രിസ്തു പ്രാർത്ഥിക്കുന്ന നിരവധി മേഖലകൾ നമുക്ക് വചനത്തിലൂടെ മനസ്സിലാക്കുവാൻ പറ്റും. അതിലൊന്ന് വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 17-ാം അധ്യായം 1-ാമത്തെ വാക്യം. യേശു സ്വർഗത്തിലേക്ക് നോക്കി കണ്ണുകൾ ഉയർത്തി പ്രാർത്ഥിച്ചു. യേശു സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി പ്രാർത്ഥിച്ചു. യേശു തൻ്റെ ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു മേഖലയാണ് ഈ ഒരു ഭാഗത്ത് നമ്മൾ കാണുക. അപ്പോൾ യേശുവിൻ്റെ ജീവിതം ഒന്ന് പരിശോധിച്ചാൽ നിരവധി മേഖലകളിൽ യേശു ക്രിസ്തു പ്രാർത്ഥിക്കുന്നതായി നമുക്ക് കാണുവാൻ പറ്റും. അതിലൊന്ന് വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 35-ാം വാക്യമാണ്. അവിടെ ഇങ്ങനെ പറയുകയാണ്: അതിരാവിലെ അവൻ ഉണർന്ന് ഒരു വിജന സ്ഥലത്തേക്ക് പോയി അവിടെ അവൻ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. അപ്പം അതിരാവിലെ എഴുന്നേറ്റ് വിജന സ്ഥലത്ത് പോയിരുന്ന് പ്രാർത്ഥിക്കുന്ന യേശു ക്രിസ്തു. പിന്നീട് മർക്കോസിന്റെ സുവിശേഷം തന്നെ 6-ാം അധ്യായത്തിൽ 45-ഉം 46-ഉം വാക്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഒരു വലിയ ജനക്കൂട്ടത്തെയൊക്കെ പിരിച്ചുവിട്ടതിന് ശേഷം ആളുകളോട് യാത്ര പറഞ്ഞ യേശു ക്രിസ്തു പ്രാർത്ഥിക്കുവാനായി ഒരു മലയിലേക്ക് കടന്നുപോയി. അതൊരു വൈകുന്നേര സമയമായിരുന്നു എന്ന് വചനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ പറ്റും. അങ്ങനെ അതിരാവിലെ പ്രാർത്ഥിക്കുന്ന യേശു ക്രിസ്തു, വൈകുന്നേരം പ്രാർത്ഥിക്കുന്ന യേശു ക്രിസ്തു. പിന്നീട് വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം എടുത്താൽ അതിൻ്റെ 15-ഉം 16-ഉം വാക്യത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ യേശു ക്രിസ്തുവിൻ്റെ കീർത്തി പൂർവാധികം വ്യാപിച്ചതേയുള്ളൂ. അവൻ്റെ വാക്കു കേൾക്കുന്നതിനും രോഗശാന്തി നേടുന്നതിനും വേണ്ടി വളരെ ആളുകൾ അവിടെ തിങ്ങിക്കൂടി. അവനാകട്ടെ വിജന പ്രദേശങ്ങളിലേക്ക് പിൻവാങ്ങി അവിടെ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. എന്ന് വെച്ചാൽ ഒരു ഏകാന്ത സ്ഥലത്തേക്ക് പ്രാർത്ഥിക്കുവാനായി യേശു ക്രിസ്തു കടന്നു പോകുന്നു. പിന്നീട് വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യത്തിൽ ആ ദിവസങ്ങളിൽ അവൻ പ്രാർത്ഥിക്കാനായി ഒരു മലയിലേക്ക് പോയി അവിടെ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് രാത്രി മുഴുവൻ ചിലവഴിച്ചു. എന്നുവെച്ചാൽ ഒരു രാത്രി മുഴുവൻ പ്രാർത്ഥിക്കുന്ന യേശു ക്രിസ്തു. ലൂക്കോസിന്റെ സുവിശേഷം 9-18 എന്താ പറയുക, തനിയെ പ്രാർത്ഥിക്കുന്നു എന്ന് നമ്മൾ കാണുന്നുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷം 22-41 ഒരു കല്ലേറ് ദൂരം മാറി ശിഷ്യന്മാരിൽ നിന്ന് ഒരു കല്ലേറ് ദൂരം മാറി എന്താ പറയുക, മുട്ടിന്മേൽ വീണ് പ്രാർത്ഥിച്ചു. അത് ഗെത്സമനിയിലാണ്, നമുക്കറിയാം. അതുപോലെ 22-44 വിശുദ്ധ ലൂക്കോസ് പറയുന്നു, അവൻ തീവ്രവേദനയിൽ മുഴുകി എന്താ പറയുക, കൂടുതൽ തീഷ്ണതയോടുകൂടി പ്രാർത്ഥിച്ചു. വിയർപ്പ് രക്തത്തുള്ളികൾ പോലെ എന്താ പറയുക നിലത്ത് വീണു. അങ്ങനെ നിരവധി മേഖലകളിൽ നമുക്ക് പ്രാർത്ഥിക്കുന്ന യേശു ക്രിസ്തുവിനെ കാണുവാൻ പറ്റും. അതുപോലെ പഴയ നിയമത്തിലെ നിരവധി വ്യക്തിത്വങ്ങൾ എടുത്താൽ സോദോം ഗൊമോറ നശിപ്പിക്കപ്പെടുന്ന ഒരു സാഹചര്യം കടന്നു വരുമ്പോൾ കർത്താവിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് അബ്രഹാം പ്രാർത്ഥിക്കുന്നത് നമുക്ക് ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായത്തിൻ്റെ 23 മുതൽ നമുക്ക് കാണുവാൻ പറ്റും. അതുപോലെ 32-ാം അധ്യായത്തിൽ 24-ാമത്തെ വാക്യം, ഉൽപ്പത്തി പുസ്തകം 32-24 ഒരു രാത്രി മുഴുവൻ ദൈവത്തോട് മൽപ്പിടുത്തം നടത്തുന്ന യാക്കോബിനെ നമുക്ക് കാണുവാൻ പറ്റും. എന്നെ അനുഗ്രഹിക്കാതെ നിന്നെ ഞാൻ വിടുകയില്ല എന്ന് പറയുന്ന യാക്കോബ്.
അതുപോലെ ദാവീദ് എന്താ പറയുക, 2 ശമൂവേൽ 7-ാം അധ്യായത്തിൽ അതിൻ്റെ 18-ാമത്തെ വാക്യത്തിൽ കൂടാരത്തിനകത്തിരുന്ന് കർത്താവിൻ്റെ സന്നിധിയിലിരുന്ന് പ്രാർത്ഥിക്കുന്ന ദാവീദിനെ നമുക്ക് കാണുവാൻ പറ്റും. രാജാക്കന്മാരുടെ പുസ്തകത്തിൽ 1 രാജാക്കന്മാർ 3-ാം അധ്യായം 9-ാമത്തെ വാക്യത്തിൽ സോളമൻ, ഈ ലോകത്തിലെ ജ്ഞാനികളിൽ ജ്ഞാനി എന്ന് അവകാശപ്പെടുന്ന വ്യക്തി, വിവേകം ചോദിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന നമുക്ക് കാണുവാൻ പറ്റും. ചരിത്രത്തിൻ്റെ ഗതികളെ മാറ്റിമറിച്ച സെന്റ് പോൾ എഫെസ്യ ലേഖനം എടുത്താൽ അതിൻ്റെ 3-ാം അധ്യായം 14-15 വാക്യത്തിൽ സകല എന്താ പറയുക, സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല പിതൃത്വങ്ങൾക്കും നാമകാരണമായ പിതാവിൻ്റെ മുമ്പിൽ ഞാൻ മുട്ടുകൾ മടക്കുന്നു എന്ന് പറഞ്ഞ് സെന്റ് പോൾ പ്രാർത്ഥിക്കുന്നു. നമുക്കറിയാം 1 രാജാക്കന്മാർ 18-ാം അധ്യായത്തിൽ ഏലിയ പ്രവാചകൻ ദഹനബലിയുടെ സമയത്ത് സർവശക്തനായ ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ കള്ളൻ്റെ പ്രാർത്ഥന, ഇതെല്ലാം നമ്മൾ കാണുകയാണ്. അതുപോലെ സ്തേഫാനോസ് അപ്പസ്തോല പ്രവർത്തികളിൽ നമ്മൾ കാണുന്നുണ്ട്. 7-ാമത്തെ അധ്യായം 60-ാമത്തെ വാക്യത്തിൽ മുട്ടുകുത്തി വലിയ സ്വരത്തിൽ സ്തേഫാനോസ് പ്രാർത്ഥിക്കുകയാണ്, കർത്താവേ ഈ പാപം അവരുടെ മേൽ എന്താ പറയുക വരുത്തരുതേ, ആരോപിക്കരുതേ എന്ന് പറഞ്ഞ് മരണനിദ്ര പ്രാപിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തെ നമ്മളൊന്ന് പരിശോധിക്കുന്നത് നല്ലതാണ്. എന്ന് വെച്ചാൽ സകല അനുഗ്രഹങ്ങളും ഒരുക്കി വെച്ചിരിക്കുന്ന, ബൈബിൾ പറയുന്നുണ്ടല്ലോ ഫിലിപ്പ് ലേഖനം 4:19 എന്താ പറയുക, എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് യേശുക്രിസ്തു വഴി നമുക്ക് ആവശ്യമുള്ളതെല്ലാം നൽകുകയാണ്. എന്നാൽ എങ്ങനെയാണ് നമ്മൾ പ്രാർത്ഥിച്ച് നമ്മുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹം പ്രാപിക്കുക? അപ്പം ഈ യേശുക്രിസ്തു മരണത്തിന് മുമ്പ്, അതായത് കുരിശുമരണത്തിന് മുമ്പ് ഈ ലോകത്ത് ജീവിക്കുന്ന കാലഘട്ടത്തിൽ നമുക്ക് വേണ്ടിയാണ് ജീവിച്ചത്, അല്ലെങ്കിൽ നമുക്ക് വേണ്ടിയാണ് പ്രാർത്ഥിച്ചത്, അല്ലെങ്കിൽ നമ്മളുടെ അനുഗ്രഹത്തിന് വേണ്ടിയാണ് യേശുക്രിസ്തു ഓരോ കാര്യങ്ങളും ചെയ്തത്. അതുകൊണ്ട് യേശുക്രിസ്തു കടന്നുപോയ സാഹചര്യം എടുത്താൽ യേശുക്രിസ്തുവും കഷ്ടതയിലൂടെ കടന്നുപോയി. ദുരിതത്തിലൂടെയും ഏകാന്തതയിലൂടെയും വേദനയിലൂടെയും പരീക്ഷയിലൂടെയും പ്രലോഭനത്തിലൂടെയും ഒക്കെ യേശുക്രിസ്തു കടന്നുപോയി. അപ്പം യേശുക്രിസ്തുവിൻ്റെ മരണത്തിനു മുമ്പുള്ള ഒരു മനുഷ്യനായി ലോകത്തിലേക്ക് കടന്നു വന്ന കാലഘട്ടത്തിൽ പ്രതികൂലം നിറഞ്ഞ ഒരു ജീവിതമുണ്ടായിരുന്നു. അപ്പോൾ ആ പ്രതികൂലമുള്ള ജീവിത സാഹചര്യത്തിലും യേശുക്രിസ്തു പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. പ്രാർത്ഥനയിൽ നിന്ന് പിന്നോട്ട് പോയില്ല. അതിരാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിച്ചു, ഏകാന്ത സ്ഥലത്ത് പോയിരുന്ന് പ്രാർത്ഥിച്ചു, മുട്ടിന്മേലിരുന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ നമുക്ക് നിരവധി മേഖലകൾ നമുക്ക് കാണുവാൻ പറ്റും. ഓർക്കുക പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ, യേശു കടന്നുപോയ ഈ മേഖലകളിലൊക്കെ വെല്ലുവിളികൾ നേരിട്ടു, പ്രതികൂലങ്ങൾ നേരിട്ടു, ഏകാന്തതയും എന്താ പറയുന്നത് പരീക്ഷണ കാലഘട്ടങ്ങളൊക്കെ കടന്നുപോയി. ഇവിടെയൊക്കെ യേശുക്രിസ്തുവിനെ ആശ്വസിപ്പിക്കാനോ കൂടെ നിൽക്കാനോ ആരും ഉണ്ടായിരുന്നില്ല. യേശുക്രിസ്തുവിനെ ഒന്ന് എൻകറേജ് ചെയ്യുവാൻ ആരും ഉണ്ടായിരുന്നില്ല. യേശു എങ്ങനെയാണ് ബലപ്പെട്ടത്? യേശു പ്രാർത്ഥിച്ച് തനിയെ തൻ്റെ പിതാവിൻ്റെ സന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിച്ച് യേശുക്രിസ്തു എന്ത് ചെയ്തു? ആ പ്രതികൂലങ്ങളെ തൻ്റെ പ്രാർത്ഥനയിലൂടെ അതിജീവിക്കുകയാണ്. ചിലപ്പോൾ ആരും സഹായിക്കാനില്ലാത്ത ഒരു സാധ്യതയും സാഹചര്യവും ഒറ്റപ്പെടലും നിരാശയും വേദനയും അല്ലെങ്കിൽ ചില ബാധ്യതയും ഒക്കെ ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മളെങ്ങനെ ചിന്തിക്കുന്നത്? ബഹുഭൂരിപക്ഷം ജനവും ചിന്തിക്കുന്നത് ഒരുപക്ഷെ ഇങ്ങനെ ആയിരിക്കാം, എന്തിനാ ഇങ്ങനെ ജീവിക്കുന്നത്, ഇതിഭേദം മരിച്ചാ മതി എന്ന് ചിന്തിക്കുന്ന ഒരു കാലഘട്ടത്തിൻ്റെ നടുവിലാണ് ഇന്ന് നമ്മൾ കടന്നു പോവുക. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ, തകർന്ന് ഇല്ലാതായി പോകുന്ന ഒരു സാഹചര്യം നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നാലും നമ്മുടെ മുമ്പിൽ യേശുക്രിസ്തുവിൻ്റെ ജീവിതം ഒരു മാതൃകയാണ് എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുകയാണ്. നിങ്ങൾ ബൈബിൾ എടുക്കണം. 1 പത്രോസ് അതിൻ്റെ 2-ാമത്തെ അധ്യായം 21, 22 വാക്യങ്ങൾ പരിശോധിച്ചാൽ ബൈബിൾ ഇങ്ങനെ പറയുകയാണ്, കൃത്യമായിട്ട് ഇങ്ങനെ പറയുകയാണ്, ഇതിനായിട്ടാണ് നിങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്നത്. എന്തിന്? ചില കഷ്ടതകളും ചില പ്രലോഭനങ്ങളും ചില വെല്ലുവിളികളും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ വരും. ഇതിനായിട്ടാണ് നിങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്നത്. എന്തെന്നാൽ ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി സഹിക്കുകയും നിങ്ങൾ അനുകരിക്കുന്നതിന് വേണ്ടി മാതൃക നിങ്ങൾക്ക് നൽകുകയും ചെയ്തിരിക്കുന്നു. അതായത് ക്രിസ്തു ഈ കഷ്ടതകളൊക്കെ സഹിച്ച് കടന്നുപോയി. അപ്പോൾ നമ്മുടെ മുമ്പിൽ ക്രിസ്തു ഇത് നൽകിയിരിക്കുക, ഒരു മാതൃക നമുക്ക് നൽകിയിരിക്കുക. എന്തിനാണ്? ഇതൊക്കെ അനുകരിക്കണം നമ്മൾ. ക്രിസ്തുവിൻ്റെ ജീവിതം കഷ്ടതയിൽ എന്താ പറയുന്നത്? പ്രാർത്ഥിച്ച് കർത്താവിൻ്റെ മുമ്പിൽ ഇരിക്കണം. ഗെത്സമനിയിലൂടെ കടന്നു പോയപ്പോൾ തീവ്രവേദനയിൽ പ്രാർത്ഥിച്ചു. കാരണം വിഷയം ഗൗരവതരമുള്ളതാണ്.
സാധാരണ ഒരു പനി മാറാൻ പ്രാർത്ഥിക്കുന്നത് പോലെയാണോ ഐസിയുവിൽ വെന്റിലേറ്ററിൽ കിടക്കുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക? അപ്പോൾ അവിടെ തീഷ്ണത അല്ലെങ്കിൽ അവിടുത്തെ സാധ്യത മാറും. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ, യേശു ക്രിസ്തുവിൻ്റെ ജീവിതം ഒന്ന് പരിശോധിച്ചാൽ എന്താ പറയുക, ഏത് കാലഘട്ടത്തിലുള്ള വ്യക്തികൾക്കും ക്രിസ്തുവിനെ അനുകരിക്കാൻ പറ്റും. ചെറിയ പ്രായത്തിലുള്ള കുട്ടികളെ എടുക്കുകയാണെങ്കിൽ ജ്ഞാനത്തിലും എന്താ പറയുന്നത് വിവേകത്തിലുമൊക്കെ യേശു ക്രിസ്തു മാതാപിതാക്കൾക്ക് അനുസരണയുള്ളവനായി വിധേയപ്പെട്ട് ജീവിച്ചു എന്നാണ് പറയുക. എന്ന് വെച്ചാൽ യേശുക്രിസ്തുവിൻ്റെ ചെറുപ്പകാലമല്ല നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏറ്റെടുക്കേണ്ടത്, യേശുക്രിസ്തുവിൻ്റെ പ്രാർത്ഥനാ ജീവിതം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏറ്റെടുക്കണം. അപ്പം വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം അതിൻ്റെ 17-ാം അധ്യായം 1 തൊട്ട് 26 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ, ഒന്നാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നുണ്ട്: യേശു സ്വർഗത്തിലേക്ക് നോക്കി, അതായത് സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി പ്രാർത്ഥിച്ചു. അപ്പം യേശു സ്വർഗത്തിലേക്ക് നോക്കുമ്പം യേശു ക്രിസ്തുവിന് സ്വർഗം കാണാമായിരുന്നു. അല്ലെങ്കിൽ എന്താ പറയുക, സ്വർഗം യേശു ക്രിസ്തുവിന് തൊട്ട് അടുത്തായിരുന്നു എന്ന് വേണം ചിന്തിക്കാം. അല്ലെങ്കിൽ സ്വർഗം ഒരു സങ്കല്പമല്ല, ഒരു യാഥാർത്ഥ്യമാണ്. അത് ദൈവം മനുഷ്യർക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നതാണ് എന്ന് നമുക്ക് തിരിച്ചറിയുവാൻ പറ്റും. അപ്പം ആ സ്വർഗത്തിലേക്കുള്ള വഴി എന്ന് പറയുന്നതും യേശു ക്രിസ്തു മാത്രമാണ് എന്ന് വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 14:6 നമ്മൾ കാണുന്നുണ്ട്. വഴി ഞാനാണ്, സത്യവും ഞാനാണ്, ജീവനും ഞാനാണ്. വഴിയും സത്യവും ജീവനും ഞാനാ, വേറൊരു വഴിയില്ല. അപ്പം ആ ഒരു സാഹചര്യം നമ്മൾ മനസ്സിലാക്കുമ്പം യേശു പറയുന്നു ഞാനും പിതാവും ഒന്നാ. അപ്പം ആ പിതാവുമായിട്ട് യേശു ക്രിസ്തു ഏറ്റെടുക്കുന്ന ഒരു ബന്ധം, ആ ബന്ധം യേശു കാത്തു സൂക്ഷിക്കുന്നത് നിങ്ങൾ കാണുന്നില്ലേ? എങ്ങനെയാണ് വിളിക്കുന്നത്? സ്വർഗസ്ഥനായ പിതാവേ. അപ്പം യേശു അങ്ങനെ വിളിക്കുമ്പോൾ അത് ഹൃദയത്തിൻ്റെ അകത്തുനിന്നും വരുന്ന ഒരു ബന്ധത്തിൽ നിന്നാണ് ആ വിളി വരിക, സ്വർഗസ്ഥനായ പിതാവേ. അപ്പം യോഹന്നാൻ്റെ സുവിശേഷം എടുത്താൽ 20-ാമത്തെ അധ്യായം അതിൻ്റെ 17 തൊട്ട് താഴേക്ക് നമ്മളിങ്ങനെ വായിച്ചാൽ, ഉയർത്തെഴുന്നേറ്റത്തിന് ശേഷം യേശുക്രിസ്തു സംസാരിക്കുന്ന ഒരു കാര്യമാണ് കാണുന്നത്. അപ്പം നീ എന്നെ തടഞ്ഞു നിർത്താതിരിക്കുക, ഇങ്ങനെ പറയുകയാണ് യേശുക്രിസ്തു. എന്നിട്ട് എന്താ പറയുന്നറിയാമോ? എന്തെന്നാൽ ഞാൻ എൻ്റെ പിതാവിൻ്റെ അടുത്തേക്ക് ഇതുവരെയും എന്താ പറയുക കയറിയിട്ടില്ല. നീ ചെന്ന്, അല്ലെങ്കിൽ നീ എൻ്റെ സഹോദരരുടെ അടുത്ത് ചെന്നിട്ട് അവരോട് പറയണം, ഞാൻ എൻ്റെ പിതാവിൻ്റെയും നിങ്ങളുടെ പിതാവിൻ്റെയും. വളരെ ശ്രദ്ധിച്ച് നിങ്ങളത് മനസ്സിലാക്കണം. യേശു പിതാവേ എന്ന് വിളിക്കുമ്പോൾ യേശു പറയുകയാണ് എൻ്റെ പിതാവിൻ്റെയും നിങ്ങളുടെ പിതാവിൻ്റെയും, എൻ്റെ ദൈവത്തിൻ്റെയും നിങ്ങളുടെ ദൈവത്തിൻ്റെയും അടുത്തേക്ക് ആരോഹണം ചെയ്യുന്നു എന്ന് പറയുക. എന്ന് വെച്ചാൽ കുരിശു മരണത്തിന് ശേഷം ഉയർപ്പിക്കപ്പെട്ട യേശുക്രിസ്തു പറയുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യം എന്താണ്? എൻ്റെ പിതാവാണെങ്കിൽ അത് നിങ്ങളുടെയും പിതാവാണ്, എൻ്റെ ദൈവമാണെങ്കിൽ അത് നിങ്ങളുടെയും ദൈവമാണ്. എൻ്റെ പിതാവും നിങ്ങളുടെ പിതാവും, എൻ്റെ ദൈവവും നിങ്ങളുടെ ദൈവവും. നിങ്ങളിത് ശ്രദ്ധിച്ചോണം പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ. എങ്ങനെ നമുക്ക് അങ്ങനെ പിതാവേ എന്ന് വിളിക്കാൻ പറ്റും? തന്നെ സ്വീകരിച്ചവർക്കെല്ലാം, തന്നെ തൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവത്തിൻ്റെ മകനും ദൈവത്തിൻ്റെ മകളുമാകുവാൻ ദൈവം നമുക്ക് അവസരം തന്നിട്ടുണ്ട്. സിമ്പിൾ, ഒന്ന് വിശ്വസിച്ചാൽ മതി. അതായത് പ്രായഭേദമന്യേ ഇന്ന് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏതൊരു വ്യക്തിക്കും ദൈവത്തിൻ്റെ മകനാകുവാൻ, ദൈവത്തിൻ്റെ മകളാകുവാനുള്ള കഴിവ് ബൈബിൾ നമുക്ക് നൽകിയിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മളത് വിശ്വസിക്കണം. ഈ ലോകത്തിൽ ഒരു വ്യക്തി വിശ്വാസം കൊണ്ട് നേടിയെടുക്കാവുന്ന ഏറ്റവും ശ്രേഷ്ഠമായ ഒരു പദവി എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ മകനാകുക അല്ലെങ്കിൽ ദൈവത്തിൻ്റെ മകളാകുക എന്ന് പറയുന്ന ഒരു ശ്രേഷ്ഠമായ പദവിയാണ്. അതൊന്ന് വിശ്വസിച്ചാൽ നമുക്കത് കിട്ടും. അതുകൊണ്ട് ഒരു വ്യക്തിയുടെ സ്വതന്ത്രമായ തീരുമാനത്തിൻ്റെ പരിണിത ഫലമായി ലഭിക്കുന്ന ഒരു പദവിയാണ് ദൈവത്തിൻ്റെ മകൻ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ മകൾ. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ കുരിശുമരണത്തിൽ വിശ്വസിച്ച് യേശു ദൈവം ആണ് എന്ന് ഏറ്റുപറയുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തെ നോക്കി സ്വർഗം ഇങ്ങനെ പറയും, ഇനിമേൽ നീ ദാസനല്ല, പിന്നെ നീ എന്താണ്? ഇനിമേൽ നീ പുത്രൻ. ഹല്ലേലൂയ. ഇനിമേൽ നീ ദാസനല്ല, പുത്രൻ. പുത്രനാണെങ്കിലോ നീ അവകാശിയാ. ഹല്ലേലൂയ. ഗലാത്യ ലേഖനം ഇങ്ങനെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. 4-ാമത്തെ അധ്യായത്തിൻ്റെ 6ഉം 7ഉം വാക്യം എന്താണ് പറയുന്നത്? നിങ്ങൾ മക്കളായതിനാൽ അബ്ബാ പിതാവേ, അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രൻ്റെ ആത്മാവിനെ ദൈവം നിങ്ങളുടെ ഹൃദയത്തിലേക്ക് അയച്ചിരിക്കുന്നു. ആകയാൽ നീ ഇനിമേൽ ദാസനല്ല, പിന്നെയോ
പുത്രനാണ്, പുത്രനാണെങ്കിൽ ദൈവഹിതമനുസരിച്ച് അവകാശിയുമാണ്. എൻ്റെ പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ, ഈ സത്യം നമ്മൾ തിരിച്ചറിയണം. നമുക്കാരും സഹായിക്കാനില്ലെങ്കിലും നമ്മളെ കരുതുവാൻ സ്വർഗമുണ്ട്. നീ ദൈവത്തിൻ്റെ മോനാണോ, നീ ദൈവത്തിൻ്റെ മോളാണോ, നിന്റെ പ്രതിസന്ധി എന്തുമാകട്ടെ, ദൈവം നിന്റെ പക്ഷത്തുണ്ട് എന്ന് നിങ്ങൾ വിശ്വസിക്കുക. ഹൃദയം തുറന്ന് നിങ്ങൾ യേശുക്രിസ്തുവിനെ ഒന്ന് സ്നേഹിച്ചാൽ, ഈ ദൈവവചനത്തെ നിങ്ങളൊന്ന് നെഞ്ചോട് ചേർത്ത് പിടിച്ചാൽ, യേശു ദൈവമാണെന്ന് ഹൃദയത്തിൽ വിശ്വസിച്ച് നിങ്ങളുടെ അധരം കൊണ്ട് നിങ്ങളൊന്ന് പ്രഖ്യാപിച്ചാൽ മതി, സ്വർഗം നിങ്ങളുടെ അരികിലേക്ക് ഇറങ്ങി വരും. അതുകൊണ്ട് വീണ്ടും ആ 17-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം എന്താ പറയുന്നത്? സ്വർഗവും യേശുവും വളരെ അടുത്ത ഒരു ബന്ധം അവിടെ നമ്മൾ കാണുകയാണ്. എന്നിട്ട് ഈശോ തുടരുന്ന ഒരു കാര്യമുണ്ട്. പിതാവേ, സമയമായിരിക്കുന്നു എന്താണ്? പുത്രൻ അവിടുത്തെ മഹത്വപ്പെടുത്തേണ്ടതിന് പുത്രനെ അങ്ങ് മഹത്വപ്പെടുത്തണമേ. ശ്രദ്ധിച്ചോണം, സമയമായിരിക്കുന്നു, പുത്രനെ അങ്ങ് മഹത്വപ്പെടുത്തണം. പിതാവിനെ പുത്രൻ മഹത്വപ്പെടുത്താനുള്ള എന്താ പറയുക, പുത്രൻ അവിടുത്തെ മഹത്വപ്പെടുത്തേണ്ടതിന് എന്ത് ചെയ്യണം? പുത്രനെ അങ്ങ് മഹത്വപ്പെടുത്തണം. ഞാനും പിതാവും ഒന്നാണ്. എന്നിട്ട് അടുത്ത വാക്യം പറയുന്ന 4-ാമത്തെ വാക്യം 17-4 യോഹന്നാന്റെ സുവിശേഷം പറയുകയാണ്, അവിടുന്ന് എന്നെ ഏൽപ്പിച്ച ജോലി പൂർത്തിയാക്കിക്കൊണ്ട് ഭൂമിയിൽ അവിടുത്തെ ഞാൻ മഹത്വപ്പെടുത്തി. അപ്പൊ യേശുക്രിസ്തുവിനെ സ്വർഗം ഒരു ജോലി ഏൽപ്പിച്ചിട്ടുണ്ട്. ആ ജോലി പൂർത്തീകരിച്ചുകൊണ്ട് എന്താ ചെയ്യുന്നത്? പിതാവായ ദൈവത്തെ യേശുക്രിസ്തു മഹത്വപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ, ഒരു കാര്യം നമ്മൾ ദൈവത്തോട് ചോദിക്കുന്നതിന് മുമ്പ് എന്താണ്? നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുത്തണം. നമുക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിലും നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുത്തണം. നീ സർവശക്തനാണ്, നീ സർവവ്യാപിയാണ്, അങ്ങെപ്പോലെ ഒരു ദൈവം ഇല്ല. നിങ്ങളിങ്ങനെ ഒന്ന് പറഞ്ഞു നോക്കിക്കേ. അതിനെയാണ് നമ്മൾ സ്തുതിയാരാധന എന്ന് പറയുക. എന്ന് വെച്ചാൽ ദൈവത്തോട് നമ്മൾ എന്തെങ്കിലും ഒന്ന് ചോദിക്കുന്നതിന് മുമ്പ് ദൈവത്തെ നമ്മൾ മഹത്വപ്പെടുത്തണം. നമുക്ക് എങ്ങനെ ദൈവത്തെ മഹത്വപ്പെടുത്താൻ പറ്റും? അതിലൊന്നാണ് സ്തുതി ആരാധന. പോയിന്റ് നമ്പർ 1, പ്രൈസ് ആൻഡ് വർഷിപ്പ്. ദൈവത്തെ നമ്മൾ സ്തുതിച്ച് മഹത്വപ്പെടുത്തി നമ്മൾ ആരാധിക്കണം. എബ്രായ ലേഖനം 13:15 എന്താ പറയുന്നത്? ദൈവത്തിന് സ്തുതിയുടെ ബലി, അവൻ്റെ നാമത്തെ ഏറ്റുപറയുന്ന അധരഫലങ്ങൾ അർപ്പിക്കാം എന്ന് സെന്റ് പോൾ പറയുന്നുണ്ട്. അപ്പം സ്തുതിയാരാധനയിലൂടെ നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. അതൊന്ന്. 2-ാമത്തെ മേഖല എന്ന് പറയുന്നത് നമ്മുടെ ശരീരം കൊണ്ട് നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുത്തണം. അതെങ്ങനെയാണ് നമുക്ക് ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്താൻ പറ്റുക? പ്രിയപ്പെട്ടവരെ, ബൈബിളിൽ 1 കൊരിന്ത്യൻസ് 6-ാം അധ്യായം 17 തൊട്ട് 20 വരെയുള്ള വാക്യങ്ങൾ പരിശോധിച്ചാൽ ബൈബിൾ പറയുകയാണ്, കർത്താവുമായി സംയോജിക്കുന്നവൻ അവിടുത്തേക്ക് ഏകാത്മാവായി തീരുന്നു. പിന്നെ പറയുകയാണ്, വ്യഭിചാരത്തിൽ നിന്ന് ഓടിയകലുവിൻ. മനുഷ്യൻ ചെയ്യുന്ന മറ്റു പാപങ്ങളെല്ലാം ശരീരത്തിന് വെളിയിലാണ്. വ്യഭിചാരം ചെയ്യുന്നവൻ സ്വന്തം ശരീരത്തിനെതിരായി പാപം ചെയ്യുന്നു. പിന്നെ പറയുന്നു, നിങ്ങളിൽ വസിക്കുന്ന ദൈവദത്തമായ പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ് നിങ്ങളുടെ ശരീരമെന്ന് അറിഞ്ഞുകൂടെ? നിങ്ങൾ നിങ്ങളുടെ സ്വന്തമല്ല, നിങ്ങൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. ആകയാൽ നിങ്ങളുടെ ശരീരത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവിൻ. കണ്ടോ? സ്തുതിയാരാധനയുള്ള ദൈവത്തെ മഹത്വപ്പെടുത്താം. 2-ാമത്, ശരീരത്തിൽ വിശുദ്ധിയോടുകൂടി ജീവിച്ച് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തണം. ശരീരം എന്താ പറയുന്നത്? വിശുദ്ധിയിൽ കാത്തു സൂക്ഷിക്കണം. ദാനിയേൽ പ്രവചനത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ഷാദ്രക്, മേഷക്, അബദ്നഗോ 3 പേരും ഈ നെബൂഖദ്നേസർ രാജാവ് പണിതു വെച്ച ആ സ്വർണ്ണബിംബത്തെ ആരാധിക്കത്തില്ല എന്ന് പറയുമ്പോൾ, ഞങ്ങളുടെ ദൈവം ഞങ്ങളെ രക്ഷിച്ചാലും രക്ഷിച്ചില്ലെങ്കിലും നിന്റെ ദൈവത്തെ ഞങ്ങൾ ആരാധിക്കത്തില്ല എന്ന ഒരു ഉറച്ച തീരുമാനമെടുത്ത 3 യുവാക്കളെ എരിയുന്ന തീച്ചോളിലേക്ക് എറിയുമ്പോൾ, ഈ 3 യുവാക്കളെ എറിഞ്ഞെടുത്ത് 4-ാമത് ഒരുവൻ കൂടി ഇറങ്ങി വന്നുവെങ്കിൽ ശരീരം കൊണ്ട് നിങ്ങൾ ദൈവത്തെ ആരാധിക്കണം. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ, ഈജിപ്തിലെ അടിമത്തത്തിൽ നമ്മുടെ ജോസഫ് ആ ഒരു ഈജിപ്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഈ പൊത്തീഫറിൻ്റെ ഭാര്യ ജോസഫിനെ ഒന്ന് പ്രാപിക്കുവാനുള്ള ആഗ്രഹത്തോടുകൂടി കടന്നു വരുമ്പം എന്താ പറയുന്നത്? ജോസഫ് പൊത്തീഫറിൻ്റെ ഭാര്യയുടെ പ്രലോഭനത്തെ അതിജീവിച്ച് ഓടി എന്താ പറയുക രക്ഷപ്പെടുകയാണ്. ഒരു പാപം ചെയ്തോ, ഒന്നും പട്ടിണി വന്നാലോ, എന്താ പറയുക രോഗം വന്നാലോ, മരണം വന്നാലോ ഒന്നും എന്നെ എൻ്റെ ദൈവസ്നേഹത്തിൽ നിന്ന് അകറ്റത്തില്ല. ദൈവത്തിലേക്ക് നമ്മൾ കൂടുതൽ അടുക്കണം. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനം, അങ്ങനെ ശരീരം കൊണ്ട് നമുക്ക് ദൈവത്തെ ജീവിതകാലം മുഴുവൻ ആരാധിക്കുവാൻ പറ്റണം. 3-ാമത്തെ മേഖല എന്ന് പറയുന്നത് ഫലം പുറപ്പെടുവിച്ച് നമ്മൾ ദൈവത്തെ എന്താ പറയുന്നത് മഹത്വപ്പെടുത്തണം. എങ്ങനെയാണ് ഫലം പുറപ്പെടുവിച്ച് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ പറ്റുക? യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 7-8 വാക്യം,
നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വാക്കുകൾ നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നുവെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചുകൊള്ളുക, നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾ ധാരാളം ഫലം പുറപ്പെടുവിക്കുകയും അങ്ങനെ എൻ്റെ ശിഷ്യന്മാരായിരിക്കുകയും ചെയ്യുന്നത് വഴി പിതാവ് മഹത്വപ്പെടുന്നു എന്ന് വ്യക്തമാക്കുന്നു. ഫലം കായ്ച്ചാൽ പിതാവ് മഹത്വപ്പെടുന്നു എന്ന് വചനം വ്യക്തമാക്കുകയാണ്. മഹത്വപ്പെടുത്തിയതല്ല, ഈ ഫലം കായ്ച്ചപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് മഹത്വം പിതാവിന് ലഭിക്കുകയാണ്. നിങ്ങൾക്കൊരു മരം എടുക്കാം, ഒരു മാവിൻ്റെ ഫലമാണ് മാങ്ങ. ഈ ഒരു മാങ്ങ ഈ മരത്തിൽ എന്താ പറയുക, ഫലം ഈ മരത്തിൽ വരുമ്പോൾ മരം ഒരിക്കലും അതിൻ്റെ ക്രെഡിറ്റ് എടുക്കുന്നില്ല. അത് ഓട്ടോമാറ്റിക്കലായി ആ മരത്തിൽ നിന്നും പുറപ്പെടുന്ന ഫലമാണ് എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ജീവിതം നമ്മളൊന്ന് പരിശോധിച്ചാൽ നമ്മുടെ ശരീരത്തിലും നമ്മുടെ മനസ്സിലും നമ്മുടെ ആത്മാവിലും നമ്മൾ ദൈവവുമായിട്ടുള്ള ഒരു ബന്ധത്തിൽ നിലനിൽക്കുമ്പോൾ എന്നിൽ നിന്നും വരുന്ന ഫലം എന്ത് എന്ന് നമുക്കൊന്ന് ആത്മപരിശോധന ചെയ്യുവാനുള്ള ഒരു സമയമാണ്. നമ്മുടെ ജീവിതത്തിൽ കൊണ്ട് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ നമ്മൾ ഫലം പുറപ്പെടുവിക്കുന്നവരായി മാറണം. എന്ന് വെച്ചാൽ യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുവാനും സുവിശേഷം എത്തിക്കുവാനും അതിലൂടെ ആത്മാക്കളെ നേടുവാനും നമുക്ക് പറ്റിയാൽ, ഒരു മരത്തിൻ്റെ ഫലമെന്ന് പറയുന്നത് മാവിൻ്റെ ഫലം മാങ്ങയാണെങ്കിൽ, ഇന്ന് നമ്മിൽ നിന്നും ഒരു ഫലം പുറപ്പെടണമെങ്കിൽ എന്താ പറയുന്നത്, മാവിൻ്റെ ഫലമായ മാങ്ങയല്ല യഥാർത്ഥത്തിൽ ഫലം, മാവ് തന്നെയാണ് ഫലം. കാരണം ആ മാങ്ങായുടെ ഫ്ലഷ് നമ്മൾ കഴിക്കുന്നു, അതിൻ്റെ സീഡ് നമ്മൾ വലിച്ചെറിയുകയോ കുഴിച്ചിടുകയോ ചെയ്യുമ്പോൾ അതിൽ നിന്നും അടുത്ത ഒരു മരമാണ് ഉയരുക. അതുകൊണ്ട് നമ്മിൽ നിന്നും ഒരു ഫലം പുറത്ത് കാണണമെങ്കിൽ ഞാനാകുന്ന വ്യക്തി ഒരാത്മാവിനെ നേടണം. ക്രിസ്തുവിന് വേണ്ടി ഒരു വ്യക്തിയെ കൂടെ നമ്മൾ നേടണം. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ, നാലാമതായി ഏൽപ്പിച്ച ജോലി പൂർത്തിയാക്കി ദൈവത്തെ മഹത്വപ്പെടുത്തി എന്ന് നമ്മൾ കാണുന്നുണ്ട് യോഹന്നാന്റെ സുവിശേഷം 17:4. അപ്പം നാം ചെയ്യുന്ന ജോലി എന്താണ്? നമ്മുടെ പ്രവൃത്തി. നമ്മൾ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനായിരിക്കാം, സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന വ്യക്തിയായിരിക്കാം, ബിസിനസ് ചെയ്യുന്ന വ്യക്തിയായിരിക്കാം, പോലീസാകാം, നേഴ്സാകാം, ഡോക്ടറാകാം, എൻജിനീയർ ആകാം. നിരവധി മേഖലകൾ നമ്മുടെ മുമ്പിലുണ്ട്. ചെയ്യുന്ന പ്രവൃത്തിയിൽ ആത്മാർത്ഥതയോടുകൂടി നമ്മൾ ജോലി ചെയ്യണമെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് ആഗ്രഹിക്കുകയാണ്. യേശുക്രിസ്തു പാത്രത്തിൽ വെള്ളമെടുത്ത് ശിഷ്യന്മാരുടെ പാദങ്ങൾ പോലും കഴുകുവാൻ തക്കവിധം എളിമയോടെ കടന്നുപോയി. ഗെത്സമനിയിൽ കമിഴ്ന്നു വീണ് പ്രാർത്ഥിക്കുന്ന അനുഭവങ്ങൾ, നിന്ദനങ്ങൾ സഹിച്ചു, ക്രൂസിലെ വേദനകൾ, അങ്ങനെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ യേശുക്രിസ്തുവിനെ ഏൽപ്പിച്ച ജോലി യേശുക്രിസ്തു കൃത്യമായി പൂർത്തീകരിക്കുകയാണ്. നമ്മളെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ജോലി അത് സുവിശേഷം പറയുന്നതാകാം, ദൈവത്തിൻ്റെ വചനം പ്രഘോഷിക്കുന്നതാകാം. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ, സ്വാർത്ഥതയ്ക്ക് വേണ്ടി ആകരുത്. ക്രിസ്തുവിനെ നേടുവാൻ ഒരു വ്യക്തിയുടെ ഉള്ളിൽ ഇതല്ലാതെ ഒരു സത്യമില്ലെന്ന് പറഞ്ഞു കൊടുക്കുവാൻ കരുത്തുള്ള സത്യ സുവിശേഷം പറയണം. അത് നമ്മുടെ കാര്യലാഭത്തിനോ ഒന്നിനുമായി നമ്മൾ ഉപയോഗിക്കരുത് എന്ന് നമ്മൾ തിരിച്ചറിയണം. നമ്മുടെ ജീവിതം എടുത്താൽ നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ അടുക്കളയിൽ, നമ്മുടെ ജോലി സ്ഥലത്ത് ഒരു നല്ല അപ്പനായി, ഒരു നല്ല അമ്മയായി, അല്ലെങ്കിൽ ഒരു നല്ല മകനായി, നല്ല സഹോദരനായി, സഹോദരിയായി ഒക്കെ നമ്മുടെ ജീവിതത്തെ നമുക്ക് മാറ്റാൻ പറ്റുന്നുണ്ടോ? ഒരു ദിവസം നമ്മൾ ഈ ലോകത്തോട് ഗുഡ് ബൈ പറയുന്നതിന് മുമ്പ് ദൈവം നമുക്ക് നൽകിയ ഉത്തരവാദിത്വത്തെ നമ്മൾ പൂർത്തീകരിക്കണം. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ, രക്തസാക്ഷിത്വം കൊണ്ട് പോലും ക്രിസ്തുവിനെ മഹത്വപ്പെടുത്താൻ പറ്റും. പത്രോസ്ലീഹ തലകീഴായി എൻ്റെ നാഥൻ മരിച്ചതുപോലെ, എൻ്റെ മാസ്റ്റർ മരിച്ചതുപോലെ എനിക്ക് മരിക്കണ്ടെന്നും പറഞ്ഞ് തലകീഴായി മരിക്കുമ്പം യേശുക്രിസ്തുവിൻ്റെ പാദത്തിൽ ഉമ്മ വെച്ചുകൊണ്ട് ചുംബിച്ചുകൊണ്ട് മരിക്കുവാൻ കുരിശിൽ തലകീഴായി മരിച്ച പത്രോസിനെ പോലെ, പത്മോസിൽ ഒറ്റപ്പെട്ട് ജീവിതത്തിൽ ക്രിസ്തുവിന് വേണ്ടി സഹനം ഏറ്റെടുത്തതുപോലെ രക്തസാക്ഷിത്വത്തിലൂടെ നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ പറ്റും. പ്രതികൂലങ്ങൾ എന്തുമാകട്ടെ പിതാവേ, എന്ത് നമ്മുടെ ജീവിതത്തിൽ വന്നാലും എൻ്റെ സ്വർഗസ്ഥനായ പിതാവേ എന്ന് വിളിച്ച് പിതാവിൻ്റെ കരങ്ങളിൽ നമ്മളെ വിട്ടുകൊടുത്ത് ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ദൈവത്തിന് എന്ത് ചെയ്താലും, നിങ്ങൾ എന്തു പ്രവൃത്തി ചെയ്താലും കർത്താവിന് മഹത്വപ്പെടുത്തി ചെയ്യുവാൻ കൊളോസ്യ ലേഖനത്തിൽ സെന്റ് പോൾ പറയുന്നത് പോലെ നമ്മളെല്ലാം ദൈവത്തിന് മഹത്വം കൊടുത്താൽ നിങ്ങൾക്കൊരു സ്വരം കേൾക്കുവാൻ പറ്റും. അത് 1 ശമൂവേൽ 2:30 ഇങ്ങനെ പറയുകയാണ്, എന്നെ ആദരിക്കുന്നവനെ ഞാനും ആദരിക്കും. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ, നിങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തിയാൽ, നിങ്ങൾ ദൈവത്തെ സ്തുതിച്ചാൽ, നിങ്ങൾ ദൈവത്തെ ആരാധിച്ചാൽ, നിങ്ങൾ ദൈവത്തിൻ്റെ വചനമനുസരിച്ച് ജീവിച്ചാൽ അടഞ്ഞ വഴികളെ ദൈവം നമ്മുടെ മുമ്പിൽ തുറക്കും. ആർക്കും തുറക്കാനാവാത്ത വിധം അടയ്ക്കുന്നവൻ, ആർക്കും അടയ്ക്കാനാവാത്ത വിധം തുറക്കുന്നവൻ,
ദാവീദിൻ്റെ താക്കോൽ കൈവശമുള്ളവൻ. അത് നസ്രായനായ യേശുവല്ലേ. അവൻ തുറക്കും. അവൻ തുറന്നാൽ ആർക്കും അടയ്ക്കാനാവില്ല. അവൻ അടച്ചാൽ ആർക്കും തുറക്കാനാവില്ല. അതുകൊണ്ട് 3 യുവാക്കൾ എടുത്ത ധീരത പോലെ, സെന്റ് പോൾ എടുത്ത ധീരത പോലെ, തടവറയ്ക്കുള്ളിൽ അപ്പോസ്തല പ്രവൃത്തിയിൽ 16-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട് പൗലോസും സീലാസും തടവറയിൽ. അവിടെ കയ്യിലും കാലിലും ചങ്ങലക്കിട്ട് കാരാഗ്രഹത്തിൻ്റെ അകത്ത് കിടക്കുമ്പോഴും ദൈവത്തെ പാടി സ്തുതിക്കുന്ന സീലാസും അതുപോലെ പൗലോസും. എന്താ പറയുക, കാരാഗ്രഹത്തിൻ്റെ അടിത്തറ ഇളകിയില്ലേ, ചങ്ങലകൾ ഇറങ്ങിയില്ലേ, ചങ്ങലകൾ പൊട്ടിമാറിയില്ലേ, യജമാനന്മാരെ രക്ഷപ്രാപിക്കുമോ ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ച കാരാഗ്രഹ പ്രമാണിയുടെ ജീവിതം മാറിമറിഞ്ഞില്ലേ, ആ കുടുംബം ക്രിസ്തുവിനെ അറിഞ്ഞില്ലേ. നിങ്ങളൊന്ന് ദൈവത്തെ ആരാധിച്ചേ, നിങ്ങളൊന്ന് ദൈവത്തിന് വേണ്ടി ജീവിതം മാറ്റിവെച്ചേ. നമുക്കായി എന്താ പറയുന്നത്, അഗ്നിയിൽ പോലും ഇറങ്ങി വരുവാൻ കരുത്തുള്ള ദൈവം. ആ ദൈവമല്ലേ പറഞ്ഞ, നീ അഗ്നിയിലൂടെ കടന്നു പോയേക്കാം, പക്ഷേ ജ്വാല നിന്നെ പൊള്ളിക്കത്തില്ല. നീ വെള്ളത്തിലൂടെ കടന്നു പോയേക്കാം, പക്ഷേ നദി സമുദ്രം നിന്നെ മുക്കിക്കളയത്തില്ല. ഞാനാ നിന്റെ ദൈവം. നിനക്ക് വേണ്ടി രാജ്യങ്ങളെ കൊടുക്കുവാൻ കരുത്തുള്ള ഒരു ദൈവം. ആ ദൈവം നമ്മളെ പേര് ചൊല്ലി വിളിച്ചിട്ടുണ്ടെങ്കിൽ അവൻ്റെ മുമ്പിൽ എല്ലാ മുട്ടും മടങ്ങും. അവനെ ഒന്ന് മഹത്വപ്പെടുത്തുവാൻ, അവൻ്റെ മുമ്പിലൊന്ന് പ്രാർത്ഥിക്കുവാൻ പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ നമുക്ക് പറ്റിയാൽ ഈ സന്ദേശം നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമാകുമെങ്കിൽ നിങ്ങൾ ദൈവത്തെ നെഞ്ചോട് ചേർത്ത് പിടിക്കുക, ഈ വചനത്തെ നെഞ്ചോട് ചേർത്ത് പിടിക്കുക. എന്നിട്ട് ഇങ്ങനെ വിളിച്ചു പറയണം, യേശു എൻ്റെ ദൈവമാണ്, യേശു അല്ലാതെ ഒരു ദൈവമില്ല. ഈ വചനം സത്യമാണ്, ഈ വചനമല്ലാതെ മറ്റൊരു സത്യമില്ല. മരണം വരെ എൻ്റെ ജീവിതം എൻ്റെ യേശു ക്രിസ്തുവിനായി ഞാൻ സമർപ്പിക്കുന്നു എന്ന് വിളിച്ചു പറഞ്ഞ് കർത്താവിന് നിങ്ങൾ മഹത്വം കൊടുക്കുക, യേശു ക്രിസ്തുവിന് നിങ്ങൾ മഹത്വം കൊടുക്കുക. ദൈവം നിങ്ങളെ, അവനെ മാനിക്കുന്നവരെ അവനും മാനിക്കും. ആ വലിയ ബോധ്യത്തോടു കൂടി ദൈവം നിങ്ങളെല്ലാം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ. ആമേൻ.